ഹലോ, നമ്മൾ ഇന്ന് ഇടാൻ പോണത് ബീഫ് അച്ചാറാണ്. ബീഫ് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് നല്ല ബീഫിൻ്റെ റെഡ് ആയിട്ടുള്ളത്, ഫാറ്റ് തീരെ ഇല്ലാത്ത പോർഷൻ നോക്കി മേടിച്ചിട്ട് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം. അരിഞ്ഞ് കഴുകി നല്ലപോലെ തോർന്ന് വെള്ളമെല്ലാം പോയതിന് ശേഷം അതിനകത്തോട്ട് നല്ല എരിവുള്ള മുളക് പൊടി 3 സ്പൂൺ അങ്ങ് ഇടുക. ടേബിൾ സ്പൂണാണേ. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് ബീഫിൻ്റെ വലിയ സ്നേഹിതനാണല്ലോ. അത്രയും സാധനം ഇട്ടതിന് ശേഷം ഉപ്പ് ചേർക്കാം. ഉപ്പ് 2 ടേബിൾ സ്പൂൺ ഇടണം ഇപ്പോൾ, പിന്നെ വഴിയെ വീണ്ടും ചേർക്കേണ്ടി വരും. അതിനുശേഷം നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ചിട്ട് ഗരം മസാലയുടെ കാര്യം പറയാൻ മറന്നുപോയി. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ വേണമായിരുന്നു. എന്നിട്ട് 2 അടപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ വെക്കുക. അത് കഴിഞ്ഞിട്ട് സൺഫ്ലവർ ഓയിൽ 1/2 ലിറ്റർ, നല്ലെണ്ണ 1/2 ലിറ്റർ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് 1 ലിറ്ററോളം എണ്ണ വേണം ടോട്ടൽ. അതിനകത്തോട്ട് ഇട്ട് നല്ലപോലെ വറുക്കുക. ഒരു 4 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഡ്രൈ ആയിട്ട് വരും. അപ്പം തീരെ അളവ് കുറഞ്ഞു പോകും നമ്മൾ ഇടുന്ന ബീഫ്. നല്ല ഡ്രൈ ആക്കി വറുത്തെടുക്കുക, കരിക്കില്ല. പിന്നെ പച്ചമുളക് 100 ഗ്രാം, വെളുത്തുള്ളി ഒരു 400 ഗ്രാം, ഇഞ്ചി 700 ഗ്രാം, പിന്നെ 10 കരിയാപ്പിൻ്റെ തണ്ട്, കടുക് പൊട്ടിക്കുക എണ്ണയിലോട്ട്. അതിനുശേഷം ഉലുവ, അതായത് നമ്മൾ ബീഫ് വറുത്തെടുത്ത എണ്ണ തന്നെ എടുക്കാം എണ്ണയിലോട്ട്. കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവ, അതായത് കടുകും ഉലുവായും ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ വീതം മതി. അതിനുശേഷം ഇഞ്ചി ഇടുക. ഇഞ്ചി 700 ഗ്രാം. ഇതെല്ലാം അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. കഴിഞ്ഞ ദിവസം ബോംബെയിലെ ചിറ്റപ്പൻ എന്നെ അളവ് പറയാത്തതിന് വഴക്ക് പറഞ്ഞു, അതുകൊണ്ടാണ്. ഒരു 500 ഗ്രാം വെളുത്തുള്ളി, പിന്നെ 100 പച്ചമുളക്. 100 പച്ചമുളക് എന്ന് പറഞ്ഞാൽ 100 പച്ചമുളക് എണ്ണിയിടുകയല്ല വേണ്ടത്, 100 ഗ്രാം പച്ചമുളക്. പിന്നെ കറിവേപ്പില പിന്നെ എണ്ണിയിട്ടുണ്ട്, ഏകദേശം 87 എണ്ണം ഉണ്ട് കറിവേപ്പില, അതായത് 10 തണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇടുക. കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ എണ്ണയിൽ തന്നെ നല്ലപോലെ വഴറ്റണം. വഴറ്റുകയെന്ന് പറഞ്ഞാൽ ഏകദേശം 10 മിനിറ്റ് എടുക്കും. 10 മിനിറ്റ് ആകുമ്പോഴത്തേന് അതിൻ്റെ കളറൊക്കെ മാറി ആ പച്ചമണമൊക്കെ പോയി നല്ല സെറ്റാവും. ആ ഒരു പരുവത്തിലാക്കി ഇട്ടിട്ട് വേണം അതിൻ്റെ നമുക്ക് അരപ്പ് റെഡിയാക്കാൻ. എല്ലാവരും ചേർക്കുന്ന പോലെ ഇതിനകത്തോട്ട് ബാക്കിയുള്ള മസാലകൾ ചേർക്കുമല്ല. ഞാനൊരു അത് മീൻസ് നല്ല പേസ്റ്റാക്കി മിക്സിയിൽ അരച്ചെടുത്തിട്ട് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു 2 കപ്പല്ല 2 തവി ഈ നമ്മൾ വാട്ടിയ ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളകൊക്കെ ഉള്ള മിശ്രിതം ഇതിനകത്തോട്ട് ഇടുക. പിന്നെ കുടംപുളി, 1 കഷ്ണം കുടംപുളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞേർന്നത്. ഇത് ഓപ്ഷനല്ല, പുളി ഇഷ്ടമുള്ളവർക്ക് മാത്രം മതി, അല്ലാതെ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എരിവുള്ള മുളക് പൊടി കണ്ണ് തീർണം, അതുപോലത്തെ മുളക് പൊടി 3 or 4 സ്പൂൺ, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. ബീഫ് നല്ല എരിവുണ്ടെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകത്തില്ല. ടേബിൾ സ്പൂൺ തന്നെ ഇടണം. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ചുകൂടെ മസാലയുടെ അളവിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ചേർക്കുക, അതാകുമ്പോൾ എരിവ് തീരെ കുറവാണ്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്തു. പിന്നെ കുരുമുളക് പൊടി 2, 3, 4 ചേർത്താലും കുഴപ്പമില്ല. അത് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നും ചെയ്യുന്നതല്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ നമ്മുടെ ബീഫിൻ്റെ. ഞാൻ 3 സ്പൂണാണ് ചേർത്തത്. ഉപ്പ് 1 ടേബിൾ സ്പൂൺ ചേർത്തു, പൊടിയുപ്പാണ് ചേർത്തത്. പിന്നെ കായം ഒരു 1/2 ടേബിൾ സ്പൂൺ. ഷാൻജിയ പറഞ്ഞ പോലെ ടേബിൾ സ്പൂണും ടീസ്പൂണും മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. വറ്റൽമുളക് ഒരു 15 എണ്ണം. വറ്റൽമുളക് എന്ന് പറഞ്ഞാൽ കാശ്മീരിയാണ്, എരിവ് അധികം ഉള്ള ടൈപ്പ് അല്ലത്. അത് 15 എണ്ണം ഇടുക. അതിനുശേഷം നമ്മുടെ നല്ലെണ്ണ ഒരു 100 ml നല്ലെണ്ണ ഒഴിക്കുക. അതൊന്ന് പേസ്റ്റ് രൂപത്തിൽ കിട്ടാൻ, നല്ല ഡ്രൈ ആയിപ്പോവും മിക്സിയിൽ അരയ്ക്കുമ്പോൾ. കൂട്ടത്തിൽ വിനാഗിരി ഒരു 100 ml ചേർക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സിയിൽ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളുടെ വാടി വരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില ടീമിൻ്റെ അടുത്തേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ മലയാളികൾ മിക്സിയെ പറ്റിയിരിക്കുന്ന പോലും കളയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനകത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കഴുകി തൂത്തുവാരി അതും കൂടെ ഒഴിക്കും അതിനകത്ത്. അത് വേറെ കാര്യം. അത് ഒഴിച്ച് മസാല ഒരുമാതിരി നല്ല മൂത്ത് വരുമ്പം ആ എണ്ണ തെളിഞ്ഞ് മേളി വരും. ആ ഒരു പരുവാകുമ്പോൾ വേണം നമുക്ക് ഈ വിനാഗിരി ഒഴിക്കാൻ. വിനാഗിരി 1 ലിറ്റർ വിനാഗിരി ആയിരുന്നു ഇതിനകത്ത് ടോട്ടൽ വേണ്ടത്. അതിലൊരു കുറച്ച് ബാക്കി നിർത്തി, ഒരു 200 ml ബാക്കി നിർത്തി, ബാക്കി മുഴുവൻ അതിനകത്ത് ഒഴിച്ചു. ആ വിനാഗിരി തിളച്ച് വരുമ്പം നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന ആ കടക്ക് ബീഫ് അങ്ങോട്ട് ഇടണം. അതിൻ്റെ കൂട്ടത്തിലോട്ട് കല്ലുപ്പ് 2 ടേബിൾ സ്പൂൺ
അത് നിർബന്ധമാണ്. ഇനി നിങ്ങൾക്ക് കല്ലുപ്പില്ലെങ്കിൽ പൊടിയുപ്പാണേലും മതി. അതാണെങ്കിൽ 3 സ്പൂൺ ചേർക്കണം, എന്നാലേ കണക്ക് ഏകദേശം കറക്റ്റ് ആവും. പിന്നെ 1 ടേബിൾ സ്പൂൺ കായപ്പൊടി അതും കൂടെ മേളിൽ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ സാധനം ലൈറ്റായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അന്നേരം എടുത്ത് വായി വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞ് എടുക്കണം. കിടുവാ കിടു.